ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നാം വളർത്തിയെടുക്കേണ്ടത് ഏറ്റവും അമൂല്യമായ, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ആത്മജ്ഞാനത്തെയാണ്. ആത്മാവിനെ അറിയാതെയുള്ള ജീവിതം വ്യർത്ഥമാകുമെന്ന് അവസാനത്തിലാണ് നമുക്ക് മനസ്സിലാവുക. വിഷയങ്ങളുടെ ലോലുപത കാരണം വർദ്ധിച്ച വിഷയവാസനകൾ വളർന്നു വരുമ്പോൾ നമുക്ക് അതിലപ്പുറം മറ്റൊന്നുമില്ല എന്ന് ധരിക്കും. എന്നാൽ ആ പരമാത്മസത്തയെ അറിയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന ബോധം നമുക്കുണ്ടായാൽ ആ ഭക്തിയും ജ്ഞാനവും വളർത്താനായിരിക്കും നാം പരിശ്രമിക്കുക. ഭക്തി വളർന്നാൽ ജ്ഞാനവും ഉണ്ടാകും, ജ്ഞാനമുണ്ടായാൽ ഭക്തിയും വളരും. അതിനാൽ ഈശ്വരജ്ഞാനം വളരുമ്പോൾ ഈശ്വര ഭക്തിയും കൂടെ വളരും ക്രമേണയായി. ഭക്തി വർദ്ധിക്കുമ്പോൾ ജ്ഞാനം വളർത്തുമാ ഇച്ഛയുണ്ടാകും, അതിലില്ല സംശയം. ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമുണ്ടാകാൻ നമുക്ക് ഇച്ഛയുണ്ടാകും. ജ്ഞാനമുണ്ടായാൽ ഭക്തി വളരുക തന്നെ ചെയ്യും. കാരണം ഇവ രണ്ടും പരസ്പര പൂരകമാണ്. ഒന്നുണ്ടായാൽ മറ്റേതുകൂടി നാം വളർത്തിയെടുക്കും. ഈശ്വരജ്ഞാനം വളരുമ്പോൾ ഈശ്വര ഭക്തിയും കൂടെ വളരും ക്രമേണയായി. ഈശ്വരനെ സംബന്ധിച്ച അറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതുകൊണ്ടാണ് ജ്ഞാനമുണ്ടായാൽ എന്ന് നാം ആദ്യം പറഞ്ഞത്. ഈശ്വരനെ സംബന്ധിച്ച അറിവുണ്ടായാൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് നല്ല അറിവുണ്ട്. എന്നാൽ ഈശ്വരനെക്കുറിച്ച് നമുക്കൊരറിവുമില്ല. ഇനി വേണ്ട, ഈശ്വരനെക്കുറിച്ചൊന്നും അറിയണ്ട, തന്നെക്കുറിച്ച് അറിഞ്ഞാൽ മതി. പക്ഷേ തന്നെക്കുറിച്ച് താൻ അറിയാൻ ഒട്ടും ആഗ്രഹമില്ലാത്തത് എന്തുകൊണ്ടാണ്? എന്നെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം എന്നാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മെക്കുറിച്ച് മാത്രം നമുക്കറിയില്ല. നാം അല്ലാത്ത മറ്റു പലതിനെക്കുറിച്ചും നാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നാം ആരാണെന്ന പരമസത്യം ബോധിക്കുമ്പോൾ നാം ഈ കാണുന്ന ദേഹസ്ഥനായ ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാവും. ഈ ദേഹത്തിൻ്റെ നാഥനായിരിക്കുന്ന ആ ശക്തി വിശേഷം തന്നെയാണ് അഖില ദേഹത്തിനും നാഥനായിരിക്കുന്നത്. ആ നാഥനുമായുള്ള സമ്പർക്കമുണ്ടാകുമ്പോൾ കടൽ ജലം നാം ഒരു തുള്ളി നാവിൽ വെച്ചാലും ഒരു കൊട നാവിലേക്ക് ഒഴിച്ചാലും ഒരേ രസമാണല്ലോ. കാരണം അതിൽ ഉപ്പ് രസം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ ഈശ്വരനെക്കുറിച്ച് ചെറിയ ഒരറിവ് നമുക്കുണ്ടായാൽ അത് വ്യാപിച്ച് ആദ്യം തന്നിലേക്ക് താൻ ആണ്ടിറങ്ങിക്കഴിയുമ്പോൾ, താനതാണെന്ന് ബോധിക്കുമ്പോൾ, പിന്നെ താൻ കാണുന്നതെല്ലാം അത് തന്നെയാണെന്ന സത്യം നമുക്ക് ബോധ്യമാകും. അപ്പോൾ നമുക്ക് അനുഭവമാകുന്നത് പൂർണ്ണതയും സുരക്ഷയും ആനന്ദവും സംതൃപ്തിയും സന്തോഷവും. നാം എന്തൊക്കെയാണോ വേണമെന്ന് അത്യധികമായി ആഗ്രഹിക്കുന്നത് അവയെല്ലാം തന്നെ പൂർണ്ണമായും ഒന്നൊന്നായി നമുക്ക് വന്നു ചേരുന്നതാണ്. എന്നാൽ ഈ ലോകത്തിലെ വസ്തുക്കളെ ഏതെങ്കിലും ഒന്ന് ആഗ്രഹിച്ച ഒന്ന് നേടിക്കഴിയുമ്പോൾ അത് അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും മറ്റൊന്നിന് മനസ്സോടും. മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന കാലം വരെ നമുക്ക് പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കുകയില്ല. മനസ്സ് മറ്റൊന്ന് വേണമെന്ന് പറയും, പിന്നീടുള്ള ശ്രമം മുഴുവൻ അതിനു വേണ്ടിയായിരിക്കും. അതും സമ്പാദിച്ചു എന്നിരിക്കട്ടെ, അതല്പസമയം അനുഭവിച്ചു കഴിയുമ്പോൾ മനസ്സ് അതിലും തൃപ്തിപ്പെടില്ല, മനസ്സ് മറ്റൊന്ന് വേണം എന്നാവശ്യപ്പെടും. ഇങ്ങനെ മാറി 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 വസ്തുക്കളെയും വിഷയങ്ങളെയും അനുഭവിക്കുക എന്നതാണ് മനസ്സ് ചെയ്യുന്നത്. അതിനാൽ ആ മനസ്സിന് കൂട്ടുകൂടാതെ നമ്മുടെ ബുദ്ധിയെ
മനസ്സിൻ്റെ മേലാളാക്കി മനസ്സിൻ്റെ ആ ലക്കുകെട്ട പോക്കിനെ നിയന്ത്രണ വിധേയമാക്കി അതിനെ ജ്ഞാനത്തിലേക്ക് നാം വിളിച്ചു കൊണ്ടുവരണം. ആത്മജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ മനസ്സ് സ്വാധീനമായിത്തീരുന്നു. അവിടെ സ്വന്തം സ്വരൂപം അറിയുമ്പോൾ അത് തന്നെയാണ് മറ്റെല്ലാത്തിലും എന്ന പരമസത്യം ബോധ്യമാകുന്നു. അതാണ് നമുക്കൊക്കെ വേണ്ടതും. ജ്ഞാനം വളരുമ്പോൾ ഭക്തി വളർന്നിടും. ഈശ്വരജ്ഞാനം വളരുമ്പോൾ ഈശ്വര ഭക്തിയും കൂടെ വളരും ക്രമേണയായി. ഭക്തി വർദ്ധിക്കുമ്പോൾ ജ്ഞാനം വളർത്തുവാൻ ഇച്ഛയുണ്ടാകും, അതീനില്ല സംശയം. ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമുണ്ടാകാൻ പിന്നെ നമ്മൾ ആഗ്രഹിക്കും. ജ്ഞാനമുണ്ടായിക്കഴിയുമ്പോൾ ഭക്തി സ്വമേധയാ വന്നു ചേരും. ജ്ഞാനമെന്നാൽ ഈശ്വരൻ്റെ മഹിമയെക്കുറിച്ചും എന്താണ് ഈശ്വരൻ എന്നും ഈശ്വരൻ എവിടെയാണിരിക്കുന്നത് എന്നുമുള്ള അറിവിനെയാണ്. ആ അറിവ് കിട്ടിക്കഴിയുമ്പോൾ അതിനെ നമുക്ക് പ്രാപിക്കണം എന്ന ആഗ്രഹം വരുന്നു. ആ ആഗ്രഹത്തിനാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭക്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. ഭക്തിയും ജ്ഞാനവും നാം നിത്യേന വളർത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ്. ഈശ്വരജ്ഞാനം വളരുമ്പോൾ ഈശ്വര ഭക്തിയും കൂടെ വളരും ക്രമേണയായി. ഭക്തി വർദ്ധിക്കുമ്പോൾ ജ്ഞാനം വളർത്തുവാൻ ഇച്ഛയുണ്ടാകും, അതീനില്ല സംശയം.